ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലത്തെ ഒരു ചെറിയ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ എന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലും അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിനും തന്നെ. ലാസ്റ്റ് വാക്യം കൂടെ വായിക്കുന്നു, 26-ാം വാക്യം. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നു ഇനിയും വെളിപ്പെടുത്തും. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നല്ല ദൈവമേ, ഈ പകൽക്കാലത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് കൂടി വരുവാനും നിൻ്റെ സന്നിധിയിലായിരിക്കാനും നിന്നെ പാടി സ്തുതിക്കുവാനും ഞങ്ങളുടെ ആവശ്യങ്ങളെ നിന്നോട് അറിയിപ്പാനും അനുഗ്രഹീതമായ രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞിനെ നിനക്ക് വേണ്ടി സമർപ്പിപ്പാനും അവിടെ തന്ന കൃപയ്ക്കും അവിടുത്തെ സ്നേഹത്തിനുമായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അല്പസമയം നിൻ്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണം. നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം. ഞങ്ങൾ ഗ്രഹിക്കേണ്ടത് അതെ, നീ ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയൻ്റെ ലിമിറ്റേഷന് നിനക്കറിയാം. കർത്താവെ, അടിയൻ്റെ നാവിനെ നിൻ്റെ നാവായി അവിടുന്ന് ഉപയോഗിച്ച് നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ നീ എനിക്ക് എന്നിലൂടെ തന്നിരിക്കുന്നതായ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള കൃപ തന്ന് സൂക്ഷിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതോടെ നിന്നെ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശു അപ്പച്ചൻ്റെ അൻപുള്ള നാമത്തിനെ ആമേൻ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. എനിക്ക് നിങ്ങളെ പലരെക്കുറിച്ച് ഒന്ന് എടുത്ത് പേരൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ടൈമിൽ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വചനത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു വാക്ക് ജോസഫ് പാസ്റ്ററിനെയും തൻ്റെ പ്രിയ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കുറിച്ച് പറയുവാനുള്ളത്. ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ഈ പട്ടണത്തിൽ വരുമ്പോഴൊക്കെയും ഞങ്ങൾ പല പ്രാവശ്യം സമയം കിട്ടുമ്പോഴൊക്കെയും തമ്മിൽ കാണുവാനും ഒന്നിച്ച് കൂട്ടായ്മ ആചരിപ്പാനും ഒക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. താൻ ഇവിടെ ആയിരിക്കുന്നത് അത് ദൈവഹിതമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്, അറിയുകയാണ്. കർത്താവിൻ്റെ ദാസനെ ഈ കുടുംബമായി പട്ടണത്തിലെ കർത്താവ് എടുത്ത് ഉപയോഗിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചർച്ചിന് താൻ ഒരു അനുഗ്രഹമായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. അതെ, ഇന്ന് ഒരു വാക്കിൽ വേവിച്ചാനെയും ലൂസിസിനെയും ഷോണിനെയും കുറിച്ച് പറയുകയാണ്. ഞാൻ ഈ പട്ടണത്തിൽ വന്ന നാൾ മുതൽ, ഞാൻ ഈ കാനഡയിൽ വന്നിട്ട് 49 വർഷമായി. അന്ന് മുതൽ അതെ പരിചയപ്പെടുവാനും അറിയുവാനും അതെ ഞങ്ങളെ റിലേഷനുണ്ട്, മാരേജിൽ കൂടെ റിലേഷൻസ് ഉണ്ട്. അങ്ങനെ ആയിരിക്കാനും ഇന്ന് അവരെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ താഴെ വന്നപ്പോൾ എനിക്കൊരു സർപ്രൈസ് തോന്നി, എന്താ വേവിച്ചാൻ ഇവിടെ എന്ന്. എന്നാൽ പിന്നീട് മനസ്സിലായി കുഞ്ഞിൻ്റെ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണെന്ന് മനസ്സിലായി. അവരെ കാണുവാനിടയായതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചർച്ചിൻ്റെ എല്ലാ എൽഡേഴ്സ് ബോർഡിനും എല്ലാ വിശ്വാസികൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിച്ചുകൊണ്ട് എനിക്കിങ്ങനെ അവസരം തന്ന നിങ്ങൾക്ക് എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് വളരെ ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ഇരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്കെല്ലാം നല്ല പരിചയമുള്ള ഒരു ഭാഗമാണ്
ഇത് കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. കർത്താവായ യേശു ക്രിസ്തു അത് ഗെത്സമന തോട്ടത്തിലേക്ക് പോകുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട് മുൻപിൽ വെച്ച് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നാം വേദപുസ്തകത്തിലൊക്കെ നോക്കുമ്പോൾ ഈ ഹോൾ അധ്യായം ഇതിൽപ്പെട്ടുള്ള 26 വാക്യങ്ങളും യേശു ക്രിസ്തു തൻ്റെ പിതാവായ ദൈവത്തോട് തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് പറയുവാൻ ആഗ്രഹമില്ല, സമയമില്ല. പെട്ടെന്ന് 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ വന്ന കാര്യം നിങ്ങളെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നാം കാണുമ്പോൾ കർത്താവ് വളരെ മനസ്സിൽ വളരെ ഭാരത്തോടാണ് കഴിഞ്ഞ 3.5 വർഷക്കാലം തൻ്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചും അവരുടെ മുൻപിലുള്ള മിനിസ്ട്രിക്ക് വേണ്ടി ഒരുക്കിയും അവരെ തൻ്റെ കഴിവിൻ്റെ പരമാവധി അവരിലേക്ക് താൻ കടന്നു വന്ന പർപ്പസ് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ശ്രമിച്ചു. അതിനുശേഷമായിട്ട് ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, ഇന്ന് നമ്മുടെ മുൻപിൽ കമ്മ്യൂണിയൻ ടേബിൾ ഉണ്ടല്ലോ, ഞാനിങ്ങനെ പലപ്പോഴും ഓർക്കാറുണ്ട്. സാധാരണ നമ്മൾ കമ്മ്യൂണിയൻ നടത്തുമ്പോൾ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നിന്ന് വായിക്കും. അവിടെ 3 പ്രാവശ്യം ആ 11-ാം അധ്യായത്തിൻ്റെ കമ്മ്യൂണിയനെ കുറിച്ച് പറയുന്ന ആ ഭാഗത്ത് തന്നെ 3 പ്രാവശ്യം എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അപ്പോഴും ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവിൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു കാണും, ഇവരെന്നെ മറക്കാനൊരു സാധ്യതയുണ്ട്, ഇവർ മറക്കാതിരിക്കാൻ ഐ വാണ്ടഡ് ടു കോൺക്രീറ്റ് ദിസ് ഇൻ ടു ദം ടു റിമെമ്പർ മീ. അത് കർത്താവോട് പറയുന്നുണ്ട്. അപ്പം കർത്താവിൻ്റെ ഹൃദയം നമുക്കറിയാം, കർത്താവിൻ്റെ ഹൃദയം വളരെ കലങ്ങി വലിയ ഭാരത്തോടെ ആയിരിക്കുന്ന സമയത്ത് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അതിൻ്റെ 1-ാം ഭാഗത്ത് കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ എന്നെ അയച്ചിരുന്ന പർപ്പസ്, ദി അസൈൻമെൻറ്റ് യു ഹാവ് ഗിവൻ ടു മീ, I fulfilled it and I accomplished it. And your purpose was sending me here to glorify you. I did that. I glorified you. അങ്ങനെ കർത്താവ് തനിക്ക് വേണ്ടി തന്നെ അവിടെ ആദ്യം പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷമായിട്ട് 2ാമത് ഈ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിക്കാം. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷമായിട്ട് കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് 3ാമത്തെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയെക്കുറിച്ച് ആണ് നാം ഇവിടെ വായിക്കുവാനായിട്ടിടയായത്. ആ പ്രാർത്ഥനയെക്കുറിച്ച് ഒരല്പം കാര്യം പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിച്ചു കൊള്ളാം. ഇവിടെ പറയുകയാണ്, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവർക്ക് വേണ്ടി എന്ന് പറയുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, ശിഷ്യന്മാർ സുവിശേഷവുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും കടന്നു ചെന്ന് അവനിലേക്ക് കർത്താവിലേക്ക് ആകർഷിക്കുന്ന അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സകല ഭാഗങ്ങളിലുള്ള ഈ ഭൂലോകത്തിൽ എവിടെയൊക്കെയോ ഏതൊക്കെ രാജ്യത്ത് ഏതൊക്കെ ഭാഷയിൽ എവിടെയൊക്കെ ആരൊക്കെ യേശുവിൽ വിശ്വസിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നാം ഇവിടെ വായിക്കുവാനായിട്ടിടയായി തീർന്നത്. തൻ്റെ പ്രാർത്ഥനയുടെ വളരെ ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. താൻ തൻ്റെ ശിഷ്യന്മാരുടെ മൂലം വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന 3 കാര്യം, ആ 3 കാര്യത്തിൻ്റെ ഫലമായിട്ട് ഒരു റിസൾട്ട് ഉണ്ടാകണം. ആ റിസൾട്ട് എന്തായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ലോകം നീ എന്നെ അയച്ചു എന്നും ഞാൻ ലോകരക്ഷകനെന്നും ലോകം അറിയണം. അതിനുവേണ്ടി 3 കാര്യങ്ങൾ ഞാൻ ഇവർക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്.
ആ 3 കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു വരാം. ഈ 3 കാര്യങ്ങൾ എന്നിലും നിങ്ങളിലും ഉണ്ട് എങ്കിൽ, ഈ 3 കാര്യങ്ങളിൽ നമ്മൾ എഫിഷ്യൻ്റ് ആണെങ്കിൽ കണിശമായിട്ടും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ലോകം അറിയുവാനായിട്ടിടയായിത്തീരും. കർത്താവിൻ്റെ പ്രാർത്ഥനയാണിത്. കർത്താവ് ഡിസൈൻ ചെയ്ത കാര്യമാണിത്. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ആയിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പ്രധാനമായ പർപ്പസ്, ഏറ്റവും വലിയ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ യേശുവിനെ ലോകത്തിൽ കാണിച്ചു കൊടുക്കണം. അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നാം വിശ്വസിക്കുന്നു നാം ക്രിസ്തു തലയും നാം ശരീരവുമാണ് എന്ന് നാം വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ എന്ത് കാര്യം ചെയ്യുവാൻ ആഗ്രഹിച്ചാലും അത് എവിടെ നിന്നാണ് പുറപ്പെടുന്നത്? അത് നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് പുറപ്പെടുന്നത്, തലയിൽ നിന്നാണ് അതേ ഒരാശയം അതേ കടന്നു വരുന്നത്. ഞാൻ ഇന്ന് അതേ എൻ്റെ ബ്രെയിനിൽ ഞാൻ ആഗ്രഹിച്ചു കാൽഗറിയിൽ ഈ പ്രത്യേക ചർച്ചിലേക്ക് കടന്നു വരണമെന്ന് എൻ്റെ ബ്രെയിനിൽ ഒരാശയമുണ്ടായെങ്കിൽ ആ ആശയം എങ്ങനെയാണ് നിവർത്തിച്ചെടുക്കുന്നത്? അത് നിവർത്തിച്ചെടുക്കുന്നത് എൻ്റെ ശരീരത്തിലെ അവയവങ്ങളിൽ കൂടെയാണ്. പ്രിയ ദൈവമക്കളെ, അതെ, നാം ക്രിസ്തു നമ്മുടെ തലയാണ്. ക്രിസ്തു ആഗ്രഹിക്കുന്നത് നിറവേറ്റിയെടുക്കുന്നത്, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നത് ആരിൽ കൂടാണ്? എന്നിൽ കൂടെയും നിങ്ങളിൽ കൂടെയുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്, പുത്രൻ ആഗ്രഹിക്കുന്നത്, അത് നിർവഹിക്കുന്നത്, ലോകത്തിൽ സാധ്യമാക്കി തരുന്നത് നീയും ഞാനുമാണ് എന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? അവൻ്റെ ആഗ്രഹം സകല മനുഷ്യരും ഒരു ജീവി പോലും, അതെ, ഒരു മനുഷ്യ ജീവി പോലും നഷ്ടപ്പെടരുത്. എല്ലാവരും നിത്യജീവന് അവകാശിയായി തീരണം. അതേ നിത്യജീവനെ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം ഭൂമിയിൽ സാധിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? അത് എന്നിൽ കൂടെയും നിങ്ങളിൽ കൂടെയുമാണ്. എന്നെയും നിങ്ങളെയും അംബാസഡേഴ്സ് ആക്കി, അതേ, കർത്താവിൻ്റെ പ്രതിനിധികളാക്കി, അവൻ്റെ ശരീരമാക്കി ഈ ലോകത്തിൽ വച്ചിരിക്കുന്നത് നിത്യജീവനെ മറ്റുള്ളവർക്ക്, അനേകർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന്, ലോകരക്ഷിതാവായ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിനാണ് എന്ന് അതേ കർത്താവ് അറിഞ്ഞിട്ട് അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതേ, ഈ ഞാൻ പറഞ്ഞല്ലോ 3 കാര്യങ്ങൾ കർത്താവിടെ പറയുകയാണ്. അതിൻ്റെ എൻഡ് റിസൾട്ട് ഞാനും നിങ്ങളും ഈ 3 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതേ ലോകം പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ലോകരക്ഷിതാവായി അയച്ചു എന്നുള്ളത് വെളിപ്പെട്ടു വരണം, മറ്റുള്ളവർ കാണണം. അതാണ് ഒന്നാമത്തെ കാര്യം. കർത്താവ് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ സഭയിൽ, അതെ, നമ്മുടെ ഇടയിൽ യൂണിറ്റി ഉണ്ടാകണം. അതിന് യൂണിറ്റിക്ക് അവിടെ ഒരു മോഡൽ കർത്താവ് പറയുന്നുണ്ട്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഐക്യമത്യമുള്ളവരായിരിക്കണം, ഇവരൊന്നായിരിക്കണം. പ്രിയ ദൈവമക്കളെ, എനിക്ക് സമയമുണ്ടായിരുന്നതിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞതിനെയും പറയാനായിട്ട് സമയമില്ല, പെട്ടെന്ന് പോവുകയാണ്. ഈ യൂണിറ്റിയെക്കുറിച്ച് കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ മോഡലായിട്ട് പറയുന്നത് ഞാനും നീയും. അന്ന് പരിശുദ്ധാത്മാവിനെ ഇവിടെ വിട്ടിട്ടില്ല, ഈ ശിഷ്യന്മാർക്ക് വേണ്ട പോലെ അറിയത്തില്ല. അതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ യൂണിറ്റി എന്തുണ്ടാകണം? നമ്മളിൽ ഉണ്ടാകണം. അതാണ് കർത്താവ് ഇവിടെ ആഗ്രഹിക്കുകയാണ്. മോഡൽ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും എന്താകണം? ഒന്നാകണം. ഇവരൈക്യമത്യത്തിൽ ഒന്നാകണം. അപ്പോഴാണ് അതെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് അറിയുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പെട്ടെന്ന് ചോദിക്കട്ടെ.
ഈ യൂണിറ്റി എന്ന് പറയുന്നത് അതെ നമ്മൾ സൈനപ്പ് ചെയ്തപ്പോഴേ നമ്മൾ ചെയ്തോളാം ഏറ്റിരിക്കുന്ന കേട്ടോ. ഞാൻ എന്തോ പറഞ്ഞതെന്നുള്ളത് ഒന്ന് പെട്ടെന്നൊന്ന് വിശദീകരിക്കാം. നമ്മൾ ഒരിക്കൽ എഫെസ്യ ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ നാം ഒരിക്കൽ അന്യരായിരുന്നു, പരദേശികളായിരുന്നു, അത് ലോകത്തിൽ അന്യന്മാരായിരുന്നു. അങ്ങനെ ആയിരുന്ന നമ്മളെ എന്തോ ആക്കി? വിശ്വാസികളുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാക്കി. അപ്പം നമ്മൾ ഈ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ, ഈ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് നമ്മളെല്ലാം സൈനപ്പ് ചെയ്താൽ കേട്ടോ, അല്ലാതെ കുഞ്ഞുങ്ങളുണ്ടായ പോലെ ഉണ്ടായതല്ല. നമ്മളെല്ലാവരും ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയത്ത് അതെ പരസ്യമായിട്ട് എഴുന്നേറ്റ് ഈ യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് വായ്കൊണ്ട് ഏറ്റുപറഞ്ഞവരാണ്. അങ്ങനെ ഏറ്റുപറഞ്ഞപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ സൈനപ്പ് ചെയ്തത് എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ഭവനക്കാരാകുവാൻ, ദൈവഭവനത്തിൻ്റെ അതെ അംഗങ്ങളാകുവാൻ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തതാണ്, സൈനപ്പ് ചെയ്തതാണ്. അങ്ങനെ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ അതേ ദൈവത്തിൻ്റെ ഭവനക്കാര് ഒന്നാണ്, അവരൊന്നാണ്, ഒരു ഭവനമാണ്. കുരിശിൻമൂട്ടിൽ ഭവനം ഒരു ഭവനമാണ്, ഒന്നാണ് എന്നുള്ളത് നാം അറിയണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് പറയാനൊക്കത്തില്ല അവന് എനിക്ക് വേണ്ടപ്പെട്ടവനല്ല, എനിക്കറിയാവുന്നവനല്ലെന്ന് പറയാനൊക്കത്തില്ല. നമ്മൾ സൈനപ്പ് ചെയ്തപ്പോഴേ അത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അവൻ നമ്മെ അവൻ്റെ ഭവനക്കാരാക്കിയാണ്. അവൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരിലിടയിൽ യൂണിറ്റി ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദാറ്റ് ഡസൻറ്റ് മീൻ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുതെന്നല്ല. എന്നാൽ വിഷയം വരുമ്പോൾ നമ്മൾ ഒന്നാ. പ്രിയ ദൈവമക്കളെ, കർത്താവ് അതാണ് പറഞ്ഞത്. പിതാവേ, നീയും ഞാനും ഒന്നായിരിക്കുന്ന പോലെ എൻ്റെ മക്കളാകുന്ന ഇവരും ഒന്നാകണം. പ്രിയ ദൈവമക്കളെ, രണ്ടാമത് കർത്താവ് പറഞ്ഞത്, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് തിയോളജിക്കലായിട്ട് പഠിച്ചാൽ ഈ മഹത്വം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, പിതാവേ നിൻ്റെ ക്യാരക്ടർ എന്നിലുണ്ട്, എൻ്റെ ക്യാരക്ടർ ഞാൻ ഇവർക്ക് കൊടുക്കുകയാണ്. അന്നേരം ഇവരിൽ അത് നിന്നിലുള്ള ക്യാരക്ടർ എന്നിലുണ്ട്, എന്നിലുള്ള ക്യാരക്ടർ ഞാൻ ഇവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ സ്വഭാവം പുത്രനുള്ളതുപോലെ പുത്രൻ്റെ സ്വഭാവം എന്നിലും ഉണ്ടാകണം, നിങ്ങളിലും ഉണ്ടാകണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അവിടെ നിന്ന് സംസാരിച്ചാൽ ഒത്തിരി പറയാനുണ്ട്, ഞാൻ അധികം നിൽക്കുന്നില്ല. അത് നമ്മളിൽ എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ ഗലാത്യ ലേഖനത്തിൽ അറിയാം, അതേ ദൈവാത്മാവിൻ്റെ സ്വഭാവം അതെന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ സ്വഭാവം എന്നിലും നിങ്ങളിലും ഉണ്ടായിരിക്കണം. പിതാവിനോട് പുത്രൻ പ്രാർത്ഥിക്കുകയാണ്, ഈ സ്വഭാവം അവരിലുണ്ടാണ്. എന്താ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കേണ്ടതില്ല. ഈ ഫലങ്ങൾ ഒക്കെ നമ്മളിലുണ്ടോ? ഇടയ്ക്കൊക്കെ അത് മാറിപ്പോകുന്ന അവസരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലില്ലയോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും പാപത്തിന് മരിച്ചവരായ നമ്മൾ പലപ്പോഴും ഈ മരിച്ച ശരീരം എഴുന്നേക്കുന്നത് കണ്ടിട്ടില്ലയോ? നമ്മുടെ ജീവിതത്തിലൊക്കെ ഇല്ലയോ? എന്നാൽ പിതാവിനോട് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, എന്നിലുള്ള സ്വഭാവം ഇവരിലേക്കും കടന്നു വരണം. ആ മഹത്വം നമ്മളിലുണ്ടാകണം. നമ്മൾ അവസാനം വായിച്ചതിൽ ഇങ്ങനെ വായിച്ചല്ലോ, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും. അതേ പിതാവ് പുത്രനെ സ്നേഹിച്ച ആ സ്നേഹം ഒട്ടും കുറച്ചല്ല കേട്ടോ, ഒട്ടും കൂട്ടിയല്ല. പിതാവ് പുത്രനെ എത്രമാത്രം സ്നേഹിച്ചോ ആ സെയിം സ്നേഹം അവൻ ആരിലേക്ക് പകർന്നിരിക്കുകയാണ്? നമ്മളിലേക്ക് പകർന്നിരിക്കുകയാണ്. അപ്പോൾ ആ സ്നേഹത്തിൽ നാം നിലനിൽക്കുന്നുണ്ടോ? ആ സ്നേഹം നമ്മളിൽ അനുദിനം എന്ത് ചെയ്യണം? വർദ്ധിച്ചു വരണം. നമ്മൾ
ഓരോ ദിവസം കഴിയും തോറും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ നാളുകളിൽ ഓരോ ദിവസം കഴിയും തോറും ഈ സ്നേഹം നമ്മളിൽ വർദ്ധിച്ചു വരണം. അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ അതേ യൂണിറ്റിയിലും ദൈവിക സ്വഭാവത്തിലും സ്നേഹത്തിലും എൻ്റെ ജനമായ ഈ ജനം ജീവിക്കുമ്പോൾ ലോകം എന്നെ പറയും, നമ്മുടെ അയൽവക്കക്കാരൊക്കെ പറയും, ഇതുപോലൊരു പാർട്ടികളെ ഞങ്ങൾ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല. അവരുടെ ഇടയിൽ എന്തോ ഒരു യൂണിറ്റിയേ, അവർ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എന്തോ ഒരു യൂണിറ്റിയാ, എന്തോ ഒരു സ്നേഹമാ. അവരുടെ വീട്ടിലിടയ്ക്കൊക്കെ ഓരോരുത്തർ കയറി വരാറുണ്ട്. എന്തോ ഒരു യൂണിറ്റിയാ, എന്തോ ഒരു സ്നേഹമാ. അവരുടെ സ്വഭാവം കണ്ടിട്ടുണ്ടോ? നമ്മളിവിടെ അവരുടെ ഗാർബേജൊക്കെ, നമ്മുടെ ഗാർബേജൊക്കെ അവരുടെ പറമ്പിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അവർ കാണിച്ചിരിക്കുന്ന സ്വഭാവം കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ അതെ ദേഷ്യപ്പെട്ടതിനെയും പ്രശ്നം ഉണ്ടാക്കിയതിനെയും, അയ്യോ അവരെത്ര സൗമ്യമായിട്ടാണ് ഇടപെടുന്നത്. വിഷയങ്ങൾ വരുമ്പോൾ അവരെത്ര സൗമ്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരിൽ എന്തോ പ്രത്യേകതയുണ്ട്. ഇവർ സംതിങ് ഡിഫറെൻറ്റ്. വി വാണ്ടഡ് ടു നോ. അവർ വന്ന് നിങ്ങളോട് ചോദിക്കും. പ്രിയ ദൈവമക്കളെ, അനുഭവങ്ങൾ എനിക്ക് ഒത്തിരി പറയാനുണ്ട്, ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കാനഡയിൽ വന്നിട്ട് 49 വർഷമായി. ഞാൻ 31 വർഷം ഒരു ഒറ്റ റിഫൈനറിയിൽ വർക്ക് ചെയ്ത ആളാണ്. ഞാൻ റിഫൈനറിയിലായിരുന്നപ്പോൾ എല്ലാവർക്കും അറിയായിരുന്നു വിൽസൺ എന്ന് പറയുന്നയാൾ ഒരു ഉപദേശിയാണ്, പുള്ളി പ്രാർത്ഥിക്കുന്നവനാണ് എന്നൊക്കെ അറിയാം. എൻ്റെ മുന്നേ വെച്ച് ആദ്യത്തെ ഒരു 2-3 വർഷം അവർ ഈ നമ്മൾ പറയാത്ത ഒരു വേർഡുണ്ടല്ലോ, എഫ് കൊണ്ടുള്ള വേർഡ്, അവർ എൻ്റെ മുന്നേ വെച്ച് പറയത്തില്ലായിരുന്നു. അത് ഒരിക്കലൊരു സംഭവം ഉണ്ടായി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മേലാൽ ദിസ് ഈസ് എ ലാസ്റ്റ് ടൈം ഐ ഹിയർ ദിസ് വേർഡ് ബിഫോർ മീ. അവരാരും, ഞാൻ അവിടെ 31 വർഷം വർക്ക് ചെയ്തു. ആദ്യത്തെ 1-2 വർഷമൊക്കെ സംഭവിച്ചിട്ട് കാണുമായിരിക്കും. എന്നോട് പറഞ്ഞിട്ടില്ല, അടുത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു 10-28 വർഷം അവർ ഞാനുണ്ടെന്നറിഞ്ഞാൽ അവർ ആ വാക്ക് പറയത്തില്ല, ഞാൻ നിൽക്കുന്നിടത്ത് പറയത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? ഈ സ്വഭാവം, പിതാവ് പുത്രന് കൊടുത്ത സ്വഭാവം അവരുടെ മുന്നിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന റിഫൈനറിയിൽ ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ അവിടെ നിന്നുള്ളവരെ കൂട്ടി പ്രാർത്ഥന നടത്തുമായിരുന്നു. അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു ഞാൻ ആരാണെന്ന്. പ്രിയ ദൈവമക്കളെ, എന്തുകൊണ്ടാണ് അവർ നമ്മുടെ അരിയെ പ്രാർത്ഥിക്കാൻ വരുന്നത്? അവിടെ ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാർ, ദൈവത്തിനെ കുറിച്ച് അറിയില്ലാത്ത അനേകർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊരു വലിയ ഡിവോഴ്സിൽ കൂടെ കടന്നു പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അനേകർ പറഞ്ഞിട്ടുണ്ട്. അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. പ്രിയ ദൈവമക്കളെ, നമ്മളെ ലോകത്തിൻ്റെ വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാകുന്നു. നമ്മൾ കാരമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം കണ്ടിട്ട്, നമ്മുടെ വെളിച്ചം കണ്ടിട്ട് ഇരുട്ടിലിരിക്കുന്ന അനേകർ അതേ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് കോൺഫറൻസിനെ കുറിച്ച് ഒരു ഫ്യൂ മിനിറ്റ്സ് പറഞ്ഞിട്ട് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കരുണയുള്ള കർത്താവേ, നല്ല ദൈവമേ, നീ ഞങ്ങളെ നിൻ്റെ ഭവനക്കാരാക്കി വിളിച്ച അവിടുത്തെ കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ഭവനത്തിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുവാനുള്ള മഹാഭാഗ്യം, ഈ ഏറ്റവും പ്രഷ്യസായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായ പദവി ഞങ്ങൾക്ക് നീ തന്ന അവിടുത്തെ കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതം, അതെ ഞങ്ങളുടെ യൂണിറ്റി, ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങളുടെ സ്നേഹം അതെ കണ്ടിട്ട് മറ്റനേകർ കർത്താവിലേക്ക് വരുവാൻ അതേ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്ന് പകൽക്കാലം നീ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ വചനത്തിനായി നിന്നെ സ്തുതിക്കുന്നു. നിൻ്റെ ജനത്തിനായി നിന്നെ സ്തുതിക്കുന്നു. ഈ ജനത്തെ കർത്താവെ നിൻ്റെ നാമത്തിൽ നിൻ്റെ ദാസനാകുന്ന അടിയനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തിലൊരു ശക്തിയായി നിനക്ക് വേണ്ടി നിൽപ്പാൻ അവിടുന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശു അപ്പച്ചൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കടന്നു